ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 38 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. 7 മുതൽ 5 വരെയാണ് പോളിംഗ്. 12 ജില്ലകളിലേക്കുള്ള വോട്ടെടുപ്പിൽ 528 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 14,218 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സ്വാതി ചേരുന്നു. സ്വാതി, രണ്ടാം ഘട്ട പോളിംഗ് ജാർഖണ്ഡിൽ ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെ പുരോഗമിക്കുന്നു? ഷമ്മി, എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ ഈ ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലേക്കാണ് 38 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 12 ജില്ലകളിലായാണ് ഈ 38 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. അതിൽ 528 സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഏറ്റവും പ്രമുഖരായ ഹേമന്ത് സോറൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ, ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എന്തായാലും ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പിനായി എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മത്സര രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. 14,218 പോളിംഗ് സ്റ്റേഷനുകളാണ് വിവിധ ഇടങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഘർഷ അവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വിവിധ ഇടങ്ങളിൽ എന്തായാലും വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഉൾപ്പെടെ ഡ്രോൺ അടക്കം വിന്യസിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ CCTV ഡ്രോൺ പരിശോധനകൾ നടക്കും. 1.2 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ പ്രചരണ രംഗം എന്ന് പറയുന്നത് വളരെ ചൂടുപിടിച്ചത് തന്നെയായിരുന്നു. എന്നാൽ വലിയ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് BJP ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം നടത്തിയിട്ടുള്ളത്. എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന വലിയ തരത്തിലുള്ള പ്രവണതകൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഗോത്രമേഖലയിലടക്കം വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രചരണം BJP നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വിവിധ ഗോത്രമേഖലയാണ് കൂടുതലും ജാർഖണ്ഡിലുള്ളത്. അതുകൊണ്ട് തന്നെ കൽപ്പന സോറനും ഈ പ്രചരണ രംഗത്തിൽ വളരെ സജീവമായി നിന്നിരുന്നു. അതോടൊപ്പം ഹേമന്ത് സോറനും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് പരമാവധി സമാഹരിക്കാൻ JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിനും കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ കൽപ്പന സോറൻ ഇന്ന് രാവിലെ പ്രതികരിച്ചത്, ജനങ്ങൾ എന്തായാലും ഇന്ത്യ ബ്ലോക്കിനെ വിജയിപ്പിക്കും, JMMൽ അവർക്ക് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം രാവിലെ തന്നെ കൽപ്പന സോറൻ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതേസമയം BJPയും വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒന്നാം ഘട്ടത്തിൽ 66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ 2019 അപേക്ഷിച്ച് 2% വർധനവ് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോളിംഗ് ശതമാനമൊക്കെ എത്തരത്തിലേക്ക് ഉയരുമോ, അതിൽ കുറയുമോ എന്നുള്ളതൊക്കെ തന്നെയും അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ഏകദേശ കണക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് ഇതുവരെയും സംഘർഷമൊന്നും തന്നെ ഇല്ലാതെ വലിയ സമാധാനപരമായി തന്നെയാണ് വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഷമി, സ്വാതി, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP ഇത്രയും പച്ചയ്ക്ക് വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കാഴ്ച, വികസനത്തെ സംബന്ധിച്ചോ മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചോ ഒന്നും അവർക്ക് പറയാനില്ല. അവിടെ പറയുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിംസും എല്ലാം ചേർന്ന് ജാർഖണ്ഡിലെ ഡെമോഗ്രാഫിക്കൽ മാപ്പ് മുഴുവൻ മാറ്റുകയാണ്. അവിടുത്തെ തദ്ദേശവാസികൾ ഇല്ലാതാവുന്നു, തദ്ദേശവാസികളായ സ്ത്രീകളെ കല്യാണം കഴിച്ച് അവിടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് തുടങ്ങി ഇങ്ങനെ ഒരു അപരമത വിദ്വേഷത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു അവിടെ BJP നടത്തിയിരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകളെ ബാധിക്കുമോ? ഷമി, എന്തായാലും അത്തരത്തിൽ, അതായത് BJP നടത്തിയോ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ തന്നെയും ഏത് തരത്തിൽ BJPക്ക് അത് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് JMM അടങ്ങുന്ന, അല്ലെങ്കിൽ JMMന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതീക്ഷ. അത് ഒരു തരത്തിലും ജനങ്ങളെ ബാധിക്കുകയില്ല. വർഗീയ വിദ്വേഷ പരാമർശങ്ങളൊക്കെ പൂർണ്ണമായും വോട്ടർമാർ തള്ളിക്കളഞ്ഞുകൊണ്ട് നാടിന് ഉപയോഗപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ JMM എന്ന് പറയുന്ന ഭരണകക്ഷി സംസ്ഥാനത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നിട്ട് തന്നെയായിരിക്കും ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്.
രേഖപ്പെടുത്തുക എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP ഈ പ്രചരണങ്ങളൊക്കെ എത്ര തരത്തിൽ അഴിച്ചുവിട്ടാലും ഒന്നാം ഘട്ടത്തിൽ നമുക്കറിയാം ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു, ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. രണ്ടാം ഘട്ടത്തിലും അത് തന്നെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പാളയത്തിൽ പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയിരിക്കുന്നു. എന്നാൽ അതിലൊന്നും തന്നെ വോട്ടർമാർ വീഴില്ല എന്നുള്ളത് തന്നെയാണ് JMM പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ പരാതികളെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പെരുമാറ്റച്ചട്ട ലംഘനമടക്കം ഈ BJP നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ഒരു താക്കീതടക്കം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടി വന്നു. അത്തരത്തിലൊക്കെ തന്നെയും BJPക്ക് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഷമി, മുഖ്യമന്ത്രിയായിരുന്ന ചെമ്പൈ സോറിനെ JMMൽ നിന്ന് അടർത്തി മാറ്റി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഗോത്ര മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും, അല്ലെങ്കിൽ BJPക്ക് അത് നേട്ടമാകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ BJPയുടെ ഭാഗത്തു നിന്നുണ്ട്. സ്വാതി, അത്തരത്തിലുള്ള പ്രതീക്ഷകൾ BJP മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അതൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് JMM മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഗോത്ര വിഭാഗങ്ങൾ എപ്പോഴും തങ്ങൾക്കൊപ്പമായിരുന്നു, ഇനിയും അങ്ങനെ ആയിരിക്കും. ഏത് തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് BJP പോയാലും അതൊന്നും തന്നെയും തങ്ങളെ ബാധിക്കില്ല എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് JMM മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രചരണങ്ങളൊക്കെ തന്നെയും. ഓരോ ഗോത്ര വിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖലകളിലേക്ക്, ഓരോ മുക്കും മൂലയിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നേരിട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ട് തന്നെയാണ് JMM കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും വിവിധ ഇടങ്ങളിൽ പ്രചരണത്തിൽ സജീവമായിരുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ ഒരു തരത്തിലുള്ള അടവ് നയങ്ങളും തങ്ങൾക്ക് ഏൽക്കില്ല എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലേക്ക് അവസാന ഘട്ടത്തിൽ, അതായത് ജാർഖണ്ഡിന്റെ ഇലക്ഷനിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും വലിയ ആത്മവിശ്വാസത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്, ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് JMMും ഇന്ത്യ ബ്ലോക്കും ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഷമ്മി, കൽപ്പന സോറൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു പുതിയ താരോദയം എന്ന് പറയാൻ കഴിയും. കൽപ്പന സോറൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അതിൽ പങ്കെടുക്കുന്നത്. വളരെ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളോട് സംവദിക്കാൻ കൽപ്പന സോറന് കഴിയുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ കൽപ്പന സോറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വോട്ട് തേടുന്നതിൽ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരാണ് ഉള്ളത്. വനിതാ വോട്ടർമാർക്കിടയിൽ തന്നെ കൽപ്പന സോറിന് വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും എത്തുമ്പോഴേക്കും ഈ JMMനും ഇന്ത്യ ബ്ലോക്കിനും വലിയ ആത്മവിശ്വാസം. സ്വാതി, ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.